നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന ചാപ്റ്ററിലെ മിറർ ഫോർമുലയും ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനുമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്പെറിക്കൽ മിറേഴ്സിൽ എങ്ങനെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്, അതിൻ്റെ നേച്ചർ, ഫീച്ചേഴ്സ്, പൊസിഷൻ ഇതെല്ലാം മനസ്സിലാക്കി. അത് കണ്ടിട്ടില്ലാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് കാണുക. അത് ക്ലിയറായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇനി വരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു കോൺകേവ് മിറർ വെച്ചിട്ടുണ്ട്, ദെൻ ഒരു ക്യാൻഡിൽ വെച്ചിട്ടുണ്ട്, ദെൻ ആ ക്യാൻഡിലിൻ്റെ ഇമേജ് ഒരു സ്ക്രീനിലേക്ക് ഇട്ടിരിക്കുന്നു. അതിൻ്റെ റേ ഡയഗ്രമാണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. ഒരു കോൺകേവ് മിറർ, ദെൻ ഒരു ക്യാൻഡിലാണ്. ക്യാൻഡിൽ ദാറ്റ് ഈസ് OB എന്ന് വെച്ചാൽ ക്യാൻഡിൽ വെച്ചിരിക്കുന്നു. ദെൻ അത് നമ്മൾ റേ ഡയഗ്രം വെച്ച് പഠിച്ചതാണ് എങ്ങനെയാണ് ഇമേജ് ഉണ്ടാകുന്നത് എന്നുള്ളത്. ഫോക്കസ് കൂടെ പാസ് ചെയ്തു, സെൻറ്ററിൽ കൂടെ പാസ് ചെയ്തു, അവിടെ ജോയിൻ ചെയ്യുന്നിടത്ത് ഇമേജ് ഉണ്ടായി. അപ്പോൾ അവിടെ സ്ക്രീൻ വെച്ചിട്ടുണ്ട്. ആ സ്ക്രീനിൽ ഇമേജ് ഉണ്ടായിരിക്കുന്നുണ്ടല്ലോ. ആ ഇമേജിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ബിറ്റ്വീൻ C ആൻഡ് F ആണ് അല്ലേ? ബിറ്റ്വീൻ C ആൻഡ് F ആണ്. അത് ഇൻവേർട്ടഡ് ഇമേജ് ആണ്. ആ ക്യാൻഡിലിൻ്റെ ഫിഗർ നോക്കി അറിയാം, അത് ഇൻവേർട്ടഡ് ഇമേജ് ആണ്. ദെൻ സൈസ് ഡിമിനിഷ്ഡ് ആണ് അല്ലേ? സൈസ് ഡിമിനിഷ്ഡ് ആണ്. ദെൻ റിഫ്ലക്റ്റഡ് റേസ് മീറ്റ് ചെയ്തായതുകൊണ്ട് അത് എങ്ങനത്തെ ഇമേജ് ആണ്? റിയൽ ഇമേജും ആണ്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്കറിയാം ഇത് പോളാണ്, ഫോക്കസ്, സെൻറ്റർ ഓഫ് കർവേച്ചർ. പോളിൽ നിന്നും ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ U ആയിട്ട് കൺസിഡർ ചെയ്തു. അതുപോലെ തന്നെ ഈ പോളിൽ നിന്നും ഇമേജ് IM ആണ് ഇവിടെ ഇമേജ്. ഈ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ V ആയിട്ടും കണക്കാക്കി. അപ്പോൾ Pയിൽ നിന്നും ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഒരു 25 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിച്ചു. ദെൻ അതുപോലെ ഇമേജ് കിട്ടിയിരിക്കുന്നത് പോളിൽ നിന്നും ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് ഒരു 50 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിച്ചു. ഇനി നമ്മൾ ഈ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുകയാണ്. ഒബ്ജക്റ്റ് ഇപ്പോൾ വെച്ചിരിക്കുന്ന ഒരു 25 സെൻറ്റിമീറ്ററിലാണ്. 25 സെൻറ്റിമീറ്റർ വെച്ചപ്പോൾ നമുക്ക് ഇമേജ് പോളിൽ നിന്നും ഒരു 50 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ നമുക്ക് ഇമേജ് കിട്ടി. ഇനി നമ്മൾ ഈ ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് ഒന്ന് ചേഞ്ച് ചെയ്യുക, ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുക. 30 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ മിററിൽ നിന്നും ഒബ്ജക്റ്റ് വെച്ചു. അപ്പോൾ നമ്മൾ ആ സ്ക്രീൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് ഇമേജ് കിട്ടും. ആ ഇമേജ് കിട്ടിയത് ഒരു 45 സെൻറ്റിമീറ്ററിലാണെന്ന് വിചാരിച്ചു. അതായത് മിററിൽ നിന്നും 45 സെൻറ്റിമീറ്ററിലാണെന്ന് വിചാരിച്ചു. ഇനി നമ്മൾ ആ ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ്. സപ്പോസ് ഒരു 35 സെൻറ്റിമീറ്ററിൽ വെച്ചു, തന്നെ ഒരു 35 സെൻറ്റിമീറ്റർ വെച്ചു. അപ്പോഴും ഇമേജിൻ്റെ പൊസിഷൻ മാറുമല്ലോ. അപ്പോൾ ഇമേജ് ഒരു സപ്പോസ് ഒരു 40 സെൻറ്റിമീറ്ററിൽ നമുക്ക് ഇമേജ് കിട്ടി. ഇങ്ങനെ കുറച്ച് പ്രാവശ്യം നമ്മൾ ഈ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ മാറ്റും, അതനുസരിച്ച് ഇമേജിൻ്റെ പൊസിഷനും മാറും. മനസ്സിലായല്ലോ? ഇനി നമ്മൾ ഈ ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസും ഇമേജിൻ്റെ ഡിസ്റ്റൻസും തമ്മിലൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത്, ദാറ്റ് ഈസ് UV ഡിവൈഡഡ് ബൈ U+V എന്ന് ചെയ്ത് നോക്കുക. അതായത് ഈ 25 × 50 ചെയ്യുക, അതേ ഡിവൈഡ് ബൈ U+V, 25 + 50 അത് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടൊരു പർട്ടിക്കുലർ വാല്യൂ കിട്ടും. ഈ കിട്ടുന്ന അതായത് UV ഡിവൈഡ് ബൈ U+V. മനസ്സിലായല്ലോ? UV ഡിവൈഡ് ബൈ U+V എങ്ങനെയാണ് കിട്ടിയെന്നുള്ളത്? U ഇതാണ്, V ഇതാണ്, അത് മൾട്ടിപ്ലൈ ചെയ്യുക. അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് U+V അത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ പൊസിഷൻ ഉണ്ടാകുന്ന UV ഡിവൈഡ് ബൈ U+V വാല്യൂ കിട്ടും. ഈ കിട്ടുന്ന വാല്യൂവിൻ്റെ ആവറേജ് എടുക്കുക, എല്ലാം കൂടെ കൂട്ടി വെച്ച് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് കിട്ടും. ആ ആവറേജ് വാല്യൂ ദാറ്റ് ഈസ് ആവറേജ് ഓഫ് UV ഡിവൈഡ് ബൈ U+V നമുക്ക് കിട്ടും. ആ വാല്യൂ എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദി മിറർ. മനസ്സിലായല്ലോ? ഫോക്കൽ ലെങ്ത് ഓഫ് എ മിറർ ദാറ്റ് ഈസ് ഈക്വൽ ടു UV ഡിവൈഡ് ബൈ U+V. ദാറ്റ് ഈസ് UV ഡിവൈഡ് ബൈ U+V എന്ന് പറഞ്ഞിരിക്കുന്നത് ആ മിററിൻ്റെ ഫോക്കൽ ലെങ്ത് ആയിരിക്കും. ഇത് മൂന്നെണ്ണത്തിൻ്റെയും ആവറേജ് എടുക്കുമ്പോൾ ഇത് മൂന്നും കൂടെ കൂട്ടി വെച്ച് എത്ര എണ്ണമാണ്, ഇപ്പോൾ 3 എണ്ണം ആയതുകൊണ്ട് 3 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദി മിറർ. ഇനി ഈ ഇക്വേഷൻ ദാറ്റ് ഈസ് F ഈസ് ഈക്വൽ ടു UV ഡിവൈഡ് ബൈ U+V അല്ലേ? ഈ ഇക്വേഷനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ്. റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1/F ഈസ് ഈക്വൽ ടു 1/U + 1/V. This is a mirror equation where F is a focal length on the mirror, U is a distance from mirror to the object, then V is a distance from mirror to the image. That is 1/F is equal to 1/U + 1/V. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള മിറേഴ്സ് ഉപയോഗിക്കും. അതായത് കോൺവെക്സ് മിററോ കോൺകേവ് മിററോ അതൊക്കെ ഉപയോഗിക്കുമ്പോൾ ദ സൈസ് ആൻഡ് ദ നേച്ചർ ഓഫ് ദി ഇമേജ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പൊസിഷൻ ഓഫ് ദി ഒബ്ജക്റ്റ്. ദാറ്റ് ഈസ് ദ പൊസിഷൻ ആൻഡ് നേച്ചർ ഓഫ് ദി ഇമേജ് ചേഞ്ചസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ചേഞ്ച് ഇൻ ദ പൊസിഷൻ ഓഫ് ദി ഒബ്ജക്റ്റ്. അപ്പോൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും നമുക്ക് അറിയാമെങ്കിൽ ആ മിററിൻ്റെ ഫോക്കൽ ലെന്ത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഫോക്കൽ ലെന്ത് കണ്ടുപിടിക്കുന്നതോടൊപ്പം തന്നെ അവിടെ ഉണ്ടാകുന്ന ഇമേജിൻ്റെ സൈസും നേച്ചറും ഒക്കെ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈനും അവിടെ ഇമ്പോർട്ടൻ്റ്
ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുവേണ്ടി രൂപപ്പെടുത്തിയിട്ടുള്ളതാണ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ റൂൾ. ലെൻസിൻ്റെ കേസസിലാണെങ്കിലും മിറേഴ്സിൻ്റെ കേസസിലാണെങ്കിലും ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ റൂൾ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു കോൺകേവ് മിറർ കൺസിഡർ ചെയ്തിരിക്കുന്നു. നമുക്കറിയാം ഇത് പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. ഈ ഒരു ആക്സിസിനെ നമ്മൾ എക്സ് ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. നമുക്കറിയാം ഇത് പോളാണ്. ഈ എല്ലാ ഡിസ്റ്റൻസും നമ്മൾ മെഷർ ചെയ്യുന്നത് ഈ പോളിൽ നിന്നാണ് മെഷർ ചെയ്യുന്നത്. അപ്പം ഈ പോളിനെ നമ്മൾ എടുക്കുന്നത് ഒറിജിനായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓൾ ദ ഡിസ്റ്റൻസ് മെഷേർഡ് കൺസിഡറിങ് പോൾ ആസ് ദ ഒറിജിൻ. പോള് ഒറിജിനായിട്ട് കൺസിഡർ ചെയ്തിട്ട് അവിടെ നിന്നാണ് നമ്മൾ എല്ലാ ഡിസ്റ്റൻസും മെഷർ ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ പോൾ നമ്മൾ ഒറിജിനായിട്ട് കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഈ ഒറിജിനിൽ നിന്നും അല്ലെങ്കിൽ ഈ പോളിൽ നിന്നും ലെഫ്റ്റ് സൈഡിലേക്കുള്ള റീഡിംഗ് എല്ലാം നമ്മൾ നെഗറ്റീവായിട്ടാണ്, ഈ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുന്ന എല്ലാ റീഡിങ്ങും നമ്മൾ നെഗറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പോളിൽ നിന്നും റൈറ്റ് സൈഡിലേക്ക് എടുത്തിരിക്കുന്ന എല്ലാ ഡിസ്റ്റൻസും നമ്മൾ പോസിറ്റീവ് വാല്യൂ ആയിട്ടും എടുത്തിരിക്കുന്നു. മനസ്സിലായല്ലോ? ദാറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് മെഷേർഡ് ഫ്രം pole to left side, that is considered as negative. That is measured from pole to right side, that is considered as പോസിറ്റീവ്. ക്ലിയർ ആയല്ലോ? ദാറ്റ് ഇസ് എ സെക്കൻഡ് റൂൾ. ഇനി തേർഡ് റൂൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതാണല്ലോ പ്രിൻസിപ്പൽ ആക്സിസ്. ഈ പ്രിൻസിപ്പൽ ആക്സിസിനെ നമ്മൾ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ എക്സ് ആക്സിസിന് മുകളിലേക്ക് അപ്വേർഡ് ഡയറക്ഷനിലേക്കുള്ള ദാറ്റ് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. ഈ മുകളിലേക്ക് എടുത്തിരിക്കുന്ന അപ്വേർഡ് ഡയറക്ഷനിലേക്കുള്ള പോസിറ്റീവ്, ഡൗൺവേർഡ് ഡയറക്ഷനിലേക്കുള്ള നെഗറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? അതായത് എക്സ് ആക്സിസിന് അപ്വേർഡായിട്ട് ഡയറക്ഷനുള്ള പോസിറ്റീവും എക്സ് ആക്സിന് താഴേക്കുള്ള നമ്മൾ നെഗറ്റീവായിട്ടുമാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് 3 റൂള്. അപ്പോൾ പോളിനെ നമ്മൾ ഒറിജിനായിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നു. ആ പോളിൽ നിന്നും ലെഫ്റ്റ് സൈഡിലേക്കുള്ള എല്ലാ ഡിസ്റ്റൻസും നമ്മൾ മെഷർ ചെയ്യുന്നത് നെഗറ്റീവായിട്ടും ആ പോളിൽ നിന്നും റൈറ്റ് സൈഡിലേക്കുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ മെഷർ ചെയ്തിരിക്കുന്നത് പോസിറ്റീവായിട്ടും. അതുപോലെ തന്നെ ഈ പ്രിൻസിപ്പൽ ആക്സിസിനെ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് എക്സ് ആക്സിസ് ആയിട്ടാണ്. എക്സ് ആക്സിസിൻ്റെ മുകളിലേക്ക് അപ്വേർഡ് ഡയറക്ഷനിലേക്കുള്ളത് പോസിറ്റീവും ഡൗൺവേർഡ് ഡയറക്ഷനിലേക്കുള്ളത് നെഗറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇതാണ് 3 റൂള്. ഇതുപോലെ തന്നെയാണ് കോൺവെക്സ് മിററിൻ്റെ കേസിലും. കോൺവെക്സ് മിററിൻ്റെ പോൾ നമ്മൾ ഒറിജിനായിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്കുള്ളത് നെഗറ്റീവായിട്ടും റൈറ്റ് സൈഡിലേക്കുള്ളത് പോസിറ്റീവാണ്. ദെൻ മുകളിലേക്കുള്ളത് അപ്വേർഡ് ഡയറക്ഷനിലേക്കുള്ളത് ആക്സിസിന് പ്രിൻസിപ്പൽ ആക്സിസിന് അപ്വേർഡ് ഡയറക്ഷനിലേക്കുള്ളത് പോസിറ്റീവും ഡൗൺവേർഡ് ഡയറക്ഷനിലേക്കുള്ളത് നെഗറ്റീവാണ്. കോൺവെക്സ് മിററിൻ്റെ കേസിലാണെങ്കിലും കോൺവെക്സ് മിററിൻ്റെ കേസിലാണെങ്കിലും ഇൻസിഡൻ്റ് എന്ന് വെച്ചാൽ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കായിരിക്കുമല്ലോ വന്ന് വീഴുന്നത്. അപ്പോൾ ഇതാണ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ റൂള്. That is, in all experiments related to lenses and mirrors, the distance are measured in the same way as in graph. First one, distance are measured considering the pole of the mirror as the origin. Then second one, those measured to the right from origin are positive and those in the opposite direction are negative. Then third one, distance measured upward from x-axis are positive and those downwards are negative. The incident ray is to be considered as travelling from left to right. അപ്പോൾ നമ്മൾ പറഞ്ഞു എപ്പോഴും ഇൻസിഡൻ്റ് റേ ട്രാവൽ ചെയ്യുന്നത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കാണ്. നമ്മൾ ഒബ്ജക്റ്റ് എപ്പോഴും വെക്കുന്നത് എവിടെയാണ്? ഈ ലെഫ്റ്റ് സൈഡിലായിരിക്കുമല്ലോ. അപ്പോൾ കോൺകേവ് മിററിൻ്റെ കേസിൽ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലായിരിക്കും ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് ഈ ലെഫ്റ്റ് സൈഡിലായിരിക്കുമല്ലോ. അപ്പോൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ യു ആണ്. യു എപ്പോഴും എങ്ങനെയായിരിക്കും? യു ഈസ് ഓൾവേസ് നെഗറ്റീവ്. മനസ്സിലായല്ലോ? കോൺവെക്സ് മിററിലും ഇതുപോലെ തന്നെ. കോൺവെക്സ് മിററിൽ എങ്ങനെയാണ്? കോൺവെക്സ് മിററിലും ഇതുപോലെ തന്നെ ഇവിടെ പോള്, ദെൻ ഫോക്കസ്, സെൻറ്റർ ഓഫ് കർവേച്ചർ. നമ്മൾ ഒബ്ജക്റ്റ് എപ്പോഴും വെക്കുന്ന ലെഫ്റ്റ് സൈഡിലാണ്. അപ്പം ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു ആണ്. ആ യു ഈസ് ഓൾവേസ് ടേക്കൺ ആസ് നെഗറ്റീവ്. കോൺവെക്സ് ആൻഡ് കോൺകേവ് മിറർ. ഇനി ഫോക്കൽ ലെന്ത്. കോൺകേവ് മിററിലാണെങ്കിൽ ഫോക്കസ് എവിടെയാണ്? അപ്പോൾ ഫോക്കൽ ലെന്ത് എങ്ങനെയായിരിക്കും? ഫോക്കൽ ലെന്തും നെഗറ്റീവ് ആയിരിക്കും. ശരിയല്ലോ? കോൺകേവ് മിററിൻ്റെ കേസിൽ. അതേസമയം കോൺവെക്സ് മിററിൻ്റെ കേസിൽ ഫോക്കൽ ലെന്ത് എങ്ങനെയായിരിക്കും? കോൺവെക്സ് മിററിൻ്റെ ഫോക്കസ് എവിടെയാണോ? റൈറ്റ് സൈഡിലല്ലേ. അപ്പോൾ അവിടുത്തെ ഫോക്കൽ ലെന്ത് എങ്ങനെയായിരിക്കും? ഫോക്കൽ ലെന്ത് പോസിറ്റീവ് ആയിരിക്കും. യു ഇവിടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് നെഗറ്റീവ് തന്നെയായിരിക്കും. പക്ഷേ ഫോക്കൽ ലെന്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് പോസിറ്റീവ് ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ദെൻ ഇമേജ് ഡിസ്റ്റൻസ്. കോൺകേവ് മിററിൻ്റെ കേസിൽ ഇമേജ് ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ വി ആണല്ലോ. ഇമേജ് ഡിസ്റ്റൻസ് എങ്ങനെയായിരിക്കും? കോൺകേവ് മിററിൽ 2 സൈഡിൽ ഇമേജ് ഉണ്ടാകുന്നുണ്ടല്ലോ. അതായത് റിയൽ ആണ്, ഇൻവേർട്ടഡ് ഇമേജ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ റിയൽ ഇമേജ് നമുക്കറിയാം റിഫ്ലക്റ്റീവ് റേസ് ജോയിൻ ചെയ്തിട്ടാണ് റിയൽ ഇമേജ് ഉണ്ടാകുന്നത്. ആ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ അത് ഏത് സൈഡിലായിരിക്കും? ഈ സൈഡിലായിരിക്കുമല്ലോ ഇമേജ് ഉണ്ടാകുന്നത്. നമ്മൾ റേ ഡയഗ്രത്തിൽ പഠിച്ചതാണ്. അപ്പോൾ ഇമേജ് എവിടെയായിരിക്കും ഉണ്ടാകുന്നത്? ലെഫ്റ്റ് സൈഡിൽ തന്നെയായിരിക്കുമല്ലോ ഉണ്ടാകുന്നത്. അപ്പോൾ ഇമേജ് ഡിസ്റ്റൻസ് അവിടെ നെഗറ്റീവ് ആയിരിക്കും. അതായത് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിട്ടാണ് ഇമേജ് ഉണ്ടാകുന്നതെങ്കിൽ അവിടുത്തെ ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ഇനി വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് ഉണ്ടാകും അല്ലേ? വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് ഉണ്ടാകുമ്പോൾ നമുക്കറിയാം ബിഹൈൻഡ് ദ മിററിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതെപ്പോഴും റൈറ്റ് സൈഡിലായിരിക്കുമല്ലോ. ആ കേസിൽ എങ്ങനെയായിരിക്കും? ബി എന്ന് പറഞ്ഞ വാല്യൂ ദാറ്റ് ഈസ്
പോസിറ്റീവ് ആയിരിക്കും. അവിടെ എങ്ങനെയാണ് വെർച്വൽ ആൻഡ് ഇറക്റ്റ് വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് ഉണ്ടാകുന്ന കേസസിൽ ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ് ഇൻ ദ കേസ് ഓഫ് കോൺകേവ് മിറർ. ക്ലിയർ ആയല്ലോ. കോൺവെക്സ് മിററിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചതാണ് ദാറ്റ് ഈസ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ വെർച്വൽ കോൺവെക്സ് മിററിൻ്റെ ഇമേജ് ഫോർമേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, അവിടെയും കണ്ടതാണ്. ദെൻ വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് റൈറ്റ് സൈഡിലാണുള്ള ഇമേജ് ഉണ്ടാകുന്നത്, ദെൻ ഇവിടെ ആയിരിക്കുമല്ലോ ഇമേജ് ഉണ്ടാകുന്നത്. ദെൻ അപ്പോൾ അവിടുത്തെ ഇമേജ് ഡിസ്റ്റൻസ് നമ്മൾ പോസിറ്റീവായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം ഇത് ഓർത്തിരിക്കുക. അതായത് കോൺകേവ് മിററിലും കോൺവെക്സ് മിററിലും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, അതായത് ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഇൻസിഡൻ്റായി ട്രാവൽ ചെയ്യുന്ന ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കാണ്. അതുകൊണ്ട് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എങ്ങനെയാണ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും കോൺകേവിൻ്റെ കേസസിലും കോൺവെക്സിൻ്റെ കേസസിലും. ഫോക്കൽ ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ കോൺകേവിൻ്റെ കേസസിൽ എപ്പോഴും എങ്ങനെയായിരിക്കും നെഗറ്റീവ് ആയിരിക്കും. അതായത് ഫോക്കസ് ഇവിടെ ആയിരുന്നുണ്ട്, ലെഫ്റ്റ് സൈഡിലാണ് ഫോക്കസ്, അതുകൊണ്ട് നെഗറ്റീവ് ആയിരിക്കും. പക്ഷേ കോൺവെക്സ് മിററിൻ്റെ കേസിൽ ഫോക്കസ് റൈറ്റ് സൈഡിലാണ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് അത് പോസിറ്റീവായിട്ട് എടുത്തിരിക്കുന്നു. ദെൻ ഇമേജ് ഡിസ്റ്റൻസ് വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്നത് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും ഇമേജ് ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് ബിഹൈൻഡ് ദ മിറർ ആണ്, അതുകൊണ്ട് പോസിറ്റീവ് വാല്യൂ ആണ്. ദെൻ റിയൽ ആണ് ഇൻവേർട്ടഡ് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഇമേജ് ഡിസ്റ്റൻസ് നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് കോൺവെക്സ് മിററിൻ്റെ കേസസിലും. അപ്പോൾ ഇത് ഓർത്തിരിക്കുക, കോൺകേവ് മിററിൻ്റെ കേസിൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് അത് നെഗറ്റീവ് ആയിരിക്കും, ഫോക്കൽ ലെങ്തും നെഗറ്റീവ് ആയിരിക്കും. ദെൻ ഇമേജ് ഡിസ്റ്റൻസ് വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. കോൺവെക്സ് മിററിൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നെഗറ്റീവാണ്, ഫോക്കൽ ലെങ്ത് പോസിറ്റീവാണ്. ദെൻ ഇമേജ് ഡിസ്റ്റൻസ് വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ വാല്യൂസ് ഒക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പോളിൽ നിന്നും ഒബ്ജക്റ്റിലേക്ക് ഡിസ്റ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് 60 ആണ്, അതായത് യു എന്ന് പറഞ്ഞിരിക്കുന്നത് 60 ആണ്. ഇവിടെ നോക്കുക, ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ റൂൾ ഉപയോഗിച്ചിട്ട് യുടെ വാല്യൂ എങ്ങനെയായിരിക്കും? യു ലെഫ്റ്റ് സൈഡിലാണ് അല്ലേ, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് അതെങ്ങനെയായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. മനസ്സിലായല്ലോ. ദെൻ ഇമേജ് ഡിസ്റ്റൻസ് വിയും ഇതുപോലെ തന്നെ, അതായത് ഇത് എത്രയാണ്? പോളിൽ നിന്ന് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് 20 ആണ്. അപ്പോൾ അതും ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് ഇമേജ് ഡിസ്റ്റൻസ് എങ്ങനെയാണ്? -20 ആണ്. നമ്മൾ പറഞ്ഞു നെഗറ്റീവ് സൈഡിലേക്ക് എടുത്തിരിക്കുന്നത്. ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റിനെ നമ്മൾ HO വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതായത് ഒബ്ജക്റ്റ് ഹൈറ്റ് എങ്ങനെയാണ്? ഇവിടെ 14 ആണ് വാല്യൂ. നമ്മൾ പറഞ്ഞു ഈ എക്സ് ആക്സിസിന് മുകളിലേക്കുള്ള എങ്ങനെയാണ്? പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. അപ്പം ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് പ്ലസ് അല്ലേ, +14 ആണ്. ദെൻ ഹൈറ്റ് ഓഫ് ദി ഇമേജിൻ്റെ ഡിസ്റ്റൻസ്, ഇമേജിൻ്റെ ഡിസ്റ്റൻസ് 4 ആണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രയാണ്? അത് ഡൗൺവേർഡ് അല്ലേ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഡൗൺവേർഡ് ആണെങ്കിൽ നെഗറ്റീവ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ദാറ്റ് ഈസ് -4 ആണ്. ക്ലിയർ ആയല്ലോ. ദെൻ ഫോക്കൽ ലെങ്ത് എഫ്, ഫോക്കൽ ലെങ്ത് എന്ന് വെച്ചാൽ പോളിൽ നിന്നും ഫോക്കസിലേക്കുള്ള ദൂരമാണല്ലോ ഫോക്കൽ ലെങ്ത് എന്നിരിക്കുന്നത്. അതും എങ്ങനെയാണ്? 15 ആണ് വാല്യൂ. അതെങ്ങനെയാണ്? പോളിൽ നിന്നും ലെഫ്റ്റ് സൈഡിലേക്കല്ലേ, അപ്പോൾ അതെങ്ങനെയായിട്ട് എടുക്കാം? ദാറ്റ് ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ് വാല്യൂ -15. മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് നമ്മൾ വാല്യൂസ് എടുക്കുന്നത്. ഇപ്പോൾ ഇമേജ് ഇവിടെയാണ്, ഈ സൈഡിലാണ് ഉണ്ടാകുന്നത്, അതായത് വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജാണ് ഉണ്ടാകുന്നതെങ്കിൽ അപ്പോൾ അതനുസരിച്ചിട്ട് റൈറ്റ് സൈഡിൽ ഉണ്ടാകുന്ന വാല്യൂസ് പോസിറ്റീവായിട്ട് എടുക്കുക. ഇനി നമുക്ക് പൊസിഷൻ ഓഫ് ദി ഇമേജും സൈസ് ഓഫ് ദി ഇമേജ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഒരു കോൺകേവ് മിറർ വെച്ചിരിക്കുന്നു, ഒരു റേ ഫോക്കസ് കൂടെ പോകുന്നു, ഒരു റേ പോളിലേക്ക് വന്ന് വീണിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു, അത് മീറ്റ് ചെയ്യുന്നിടത്ത് ഇമേജ് ഉണ്ടാകുന്നു. നമ്മൾ ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്യുക. OB എന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് ആണ്, ദെൻ IM എന്ന് വെച്ചാൽ ഇമേജ് ആണ്. ഈ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റിനെ നമ്മൾ HO ആയിട്ടും അതുപോലെ തന്നെ IM എന്ന് പറഞ്ഞിരിക്കുന്നത് ഇമേജ് ആണ്. ആ ഇമേജിൻ്റെ ഹൈറ്റിനെ നമ്മൾ HI ആയിട്ടും കൺസിഡർ ചെയ്യുകയാണ്. ഇവിടെ നോക്കുക, ഈ POB ഇതൊരു ട്രയാങ്കിൾ ആണല്ലോ. POB എന്ന് വെച്ചാൽ ഒരു ട്രയാങ്കിൾ. അതുപോലെ തന്നെ PIM ഇതും ഒരു ട്രയാങ്കിൾ ആണല്ലോ. POB ആൻഡ് PIM ട്രയാങ്കിൾ POB ആൻഡ് ട്രയാങ്കിൾ PIM, ഈ രണ്ട് ട്രയാങ്കിളും കൺസിഡർ ചെയ്യുക. സിമിലാരിറ്റി ട്രയാങ്കിൾ കൺസെപ്റ്റ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്രയാങ്കിൾ POBയും PIMഉം സിമിലർ ആയിരിക്കും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മാത്സിലൊക്കെ. ദെൻ കൺസെപ്റ്റ് ഓഫ് സിമിലാരിറ്റി അനുസരിച്ചിട്ട് ട്രയാങ്കിൾ POBയും PIMഉം സിമിലർ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാമല്ലോ, IM ഡിവൈഡഡ് ബൈ OB ദാറ്റ് ഈസ് ഈക്വൽ ടു IP ഡിവൈഡഡ് ബൈ OP എഴുതാമല്ലോ. ഈ രണ്ട്, അതായത് POB ട്രയാങ്കിളും PIM ട്രയാങ്കിളും സിമിലർ ആണ്. ദാറ്റ് ഈസ് എ സിമിലാരിറ്റി കൺസെപ്റ്റ് വെച്ച്, ട്രയാങ്കിളിൻ്റെ സിമിലാരിറ്റി കൺസെപ്റ്റ് വെച്ചിട്ട് ദെൻ POBയും PIM സിമിലർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ IM ഡിവൈഡഡ് ബൈ OB ദാറ്റ് ഈസ് ഈക്വൽ ടു IP ഡിവൈഡഡ് ബൈ PO അല്ലെങ്കിൽ OP. ക്ലിയർ ആയല്ലോ.
ദെൻ നമുക്കറിയാം IM എന്ന് വെച്ചാൽ എന്താണ്, ഇമേജിൻ്റെ ഹൈറ്റ് ആണല്ലേ. അപ്പോൾ ഇമേജിൻ്റെ ഹൈറ്റിനെ നമ്മൾ എങ്ങനെയാണ് എടുത്തിരിക്കുന്നത്, HI ആയിട്ട് എടുത്തു. ദെൻ OB എന്ന് വെച്ചാൽ എന്താണ്, ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റാണ്. ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റിനെ നമ്മൾ HO ആയിട്ട് എടുത്തു. അതുപോലെ തന്നെ IP എന്ന് വെച്ചാൽ എന്താണ്, ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. മിററിൽ നിന്ന് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് IP എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്കറിയാം V ആണ് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ്. ദെൻ PO എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, മിററിൽ നിന്നും ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അതെന്താണ്, U ആണ്. മനസ്സിലായല്ലോ. ഇനി നമ്മളിവിടെ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ റൂൾ അപ്ലൈ ചെയ്തതാണ്. ദെൻ HI എന്ന് വെച്ചാൽ എന്താണ്, ഇമേജിൻ്റെ ഹൈറ്റ് ആണല്ലോ. ഇമേജിൻ്റെ ഹൈറ്റ് നമ്മൾ ഡൗൺവേർഡല്ലേ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതെന്തായിരിക്കും, അത് നെഗറ്റീവ് ആയിരിക്കും ആണല്ലോ. ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് അപ്വേർഡ് ആയതുകൊണ്ട് ദാറ്റ് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. ദെൻ ഇവിടെ നിന്ന് നോക്കിയേ, ഇമേജ് ഡിസ്റ്റൻസ് PI എന്ന് വെച്ചാൽ ഇമേജ് ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് V ആണ്. നമ്മുടെ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ റൂൾ ഉപയോഗിച്ചിട്ട് പോളിൽ നിന്നും ലെഫ്റ്റ് സൈഡിലേക്കുള്ളത് നെഗറ്റീവാണ്. അപ്പോൾ ഇമേജ് ഡിസ്റ്റൻസ് നെഗറ്റീവാണ്. അതുപോലെ തന്നെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും നെഗറ്റീവ് ആയിരിക്കുമല്ലോ. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത് ഇവിടെ ഈ രണ്ട് നെഗറ്റീവ് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് എഴുതാൻ സാധിക്കും -HI ഡിവൈഡ് ബൈ HO ദാറ്റ് ഈസ് ഈക്വൽ ടു V/O. ബട്ട് ഈ HI ഡിവൈഡഡ് ബൈ HO എന്ന് പറഞ്ഞിരിക്കുന്നത്, അതായത് ഇമേജിൻ്റെ ഹൈറ്റ് ഡിവൈഡ് ബൈ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് M വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു. M ദാറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് എ മാഗ്നിഫിക്കേഷൻ. M ഈസ് ഈക്വൽ ടു HI ഡിവൈഡ് ബൈ HO. അതായത് ഇമേജിൻ്റെ ഹൈറ്റ് ഡിവൈഡ് ബൈ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ്, അതായത് സൈസ് ഓഫ് ദി ഇമേജിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് മാഗ്നിഫിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ്. അതായത് മാഗ്നിഫൈ എന്ന് നമുക്കറിയാമല്ലോ, വലിയ സൈസ് കൂടുക ആണല്ലോ. അപ്പം ആ മാഗ്നിഫിക്കേഷനാണ് M എന്ന് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് മാഗ്നിഫിക്കേഷൻ M ഈസ് ഈക്വൽ ടു HI ഡിവൈഡ് ബൈ HO. അപ്പോൾ നമുക്ക് ഈ HI ഡിവൈഡ് ബൈ H0 എന്ന് വെച്ചാൽ M ആണ്. അപ്പോൾ നമുക്ക് എഴുതാം ദാറ്റ് ഈസ് M ഈസ് ഈക്വൽ ടു -HI ഡിവൈഡ് ബൈ HO ദാറ്റ് ഈസ് ഈക്വൽ ടു V/U എഴുതാമല്ലോ. ഓർ M ഈസ് ഈക്വൽ ടു HI ഡിവൈഡ് ബൈ HO ദാറ്റ് ഈസ് ഈക്വൽ ടു, ഈ മൈനസിനെ നമുക്ക് ഇപ്പുറത്തേക്ക് എടുക്കാം, ദാറ്റ് ഈസ് -V/U. ദിസ് ഈസ് എ മാഗ്നിഫിക്കേഷൻ. That is the relationship between position of the image and the size of the image. M is equal to HI divided by 0, that is equal to minus of V/U. This is the relationship between the position of the image and the size of the image. അപ്പോൾ ഇതും പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട് മാഗ്നിഫിക്കേഷൻ. അപ്പോൾ മാഗ്നിഫിക്കേഷൻ is the rate of the image height to the object height. That is magnification M is equal to HI divided by HO that is equal to minus of V/U. Then when magnification is 1, the size of the image and the size of the object are equal. Then when magnification is more than 1, that is the size of the image is greater than the size of the object. Then when magnification is less than 1, that is the size of the image is smaller than the size of the object. Then when magnification is positive, image is virtual and erect. And when magnification is negative, image is real and inverted. ഇനി നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റിൽ കുറച്ച് ഫിഗേഴ്സും അതിൻ്റെ താഴെ ഒരു ടേബിളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫിഗേഴ്സ് നോക്കിയിട്ട് ടേബിൾ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. നമ്മുടെ സൈൻ കാർട്ടീഷ്യൻ റൂൾ അനുസരിച്ചിട്ടാണ് ഇവിടെ നമ്മൾ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫിഗർ നോക്കുക. HI എന്ന് വെച്ചാൽ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ആണ്. ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഫസ്റ്റ് ഫിഗറിൽ നെഗറ്റീവാണ്, ഡൗൺവേർഡ് ആയതുകൊണ്ട് നെഗറ്റീവാണ്. ദെൻ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് എന്ന് വെച്ചാൽ അപ്വേർഡ് ആണ്, അതുകൊണ്ട് അത് പോസിറ്റീവായിട്ട് വെച്ചിരിക്കുന്നു. ദെൻ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എത്ര വരും, HI/HO ആണ്, അതുകൊണ്ട് അവിടുത്തെ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവാണ്. ദെൻ ഇമേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻവേർട്ടഡ് ആണ്, റിയൽ ആണ്. അതുപോലെ തന്നെ സൈസ് ഓഫ് ദി ഇമേജ് ഈസ് ഡിമിനിഷ്ഡ്. ദെൻ സെക്കൻഡ് ഫിഗർ നോക്കുക. ഇമേജിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് നെഗറ്റീവാണ്, ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് പോസിറ്റീവാണ്, അപ്പോൾ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആയിരിക്കും. ദെൻ ഇമേജ് ഈസ് ഇൻവേർട്ടഡ് ആൻഡ് റിയൽ ആണ്. ദെൻ സൈസ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. ദെൻ തേർഡ് ഫിഗർ നോക്കുക. ഇവിടെ ഹൈറ്റ് ഓഫ് ദി ഇമേജ് പോസിറ്റീവാണ്, ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റും പോസിറ്റീവ് തന്നെയാണ്, അപ്പോൾ മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ്. ദെൻ ഇമേജ് ഈസ് വെർച്വൽ ആൻഡ് ഇറക്റ്റ്. ദെൻ ദ സൈസ് ഈസ് എൻലാർജ്ഡ്. ദെൻ ഫോർത്ത് ഫിഗർ നോക്കുക. ഹൈറ്റ് ഓഫ് ദി ഇമേജ് പോസിറ്റീവ്, ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റും പോസിറ്റീവ് തന്നെയാണ്, അപ്പോൾ മാഗ്നിഫിക്കേഷൻ ഈസ് പോസിറ്റീവ്. ദെൻ ഇമേജ് ഈസ് വെർച്വൽ ആൻഡ് ഇറക്റ്റ്, സൈസ് ഈസ് ഡിമിനിഷ്ഡ്. ദെൻ ഫിഫ്ത്ത് ഫിഗർ നോക്കുക. ഹൈറ്റ് ഓഫ് ദി ഇമേജ് പോസിറ്റീവാണ്, ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റും പോസിറ്റീവാണ്, ദെൻ മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ്.
then image is virtual and erect, then its size is diminished. അപ്പോൾ ഈ ടേബിൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സൈൻ കാർട്ടീഷ്യൻ റൂൾ ഉപയോഗിച്ചിട്ടാണ്. നമുക്കറിയാം കോൺവെക്സ് മിററിൽ എങ്ങനെയാണ് ഇമേജ് ഉണ്ടാകുന്നത്. കോൺവെക്സ് മിററിലെ ഇമേജിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? അത് സൈസ് ഡിമിനിഷ്ഡ് അല്ല, സൈസ് ഡിമിനിഷ്ഡ് ആയിരിക്കും, ഇറക്റ്റീവ് ആയിരിക്കും. അതായത് ഒബ്ജക്റ്റിൻ്റെ സൈസിനേക്കാളും ചെറിയ സൈസ് ആയിരിക്കും ഇവിടെ ഇമേജിൻ്റെ സൈസ് എന്ന് പറഞ്ഞത്. അതായത് ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഈസ് ലെസ് ദാൻ ദ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണല്ലോ ഇൻ കോൺവെക്സ് മിററിൽ. അപ്പോൾ മാഗ്നിഫിക്കേഷൻ എങ്ങനെയായിരിക്കും? മാഗ്നിഫിക്കേഷൻ ഈസ് ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പോൾ കോൺവെക്സ് മിററിൽ മാഗ്നിഫിക്കേഷൻ ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പോൾ കോൺവെക്സ് മിററിൽ എപ്പോഴും കിട്ടുന്ന ഇമേജ് എന്ന് വെച്ചാൽ ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ് ഇമേജ് ആണ്. നിങ്ങൾ റിയർ വ്യൂ മിററിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, അതിലിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഒബ്ജക്ട്സ് ഇൻ ദ മിറർ ആർ ക്ലോസർ ദാൻ ദേ അപ്പിയർ എന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ അവിടെ എഴുതി വെക്കാൻ കാരണം? നമ്മൾ പറഞ്ഞു കോൺവെക്സ് മിററിൽ ഉണ്ടാകുന്ന ഇമേജിൻ്റെ പ്രത്യേകത എന്താണ്? അത് ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ് ആണ് അല്ലേ, ചെറുതായിട്ടാണ് കാണുന്നത്, നേരെയായിട്ട് കാണുന്നത്. അപ്പോൾ കോൺവെക്സ് മിററിൽ ഉണ്ടാകുന്ന ഇമേജ് ഇറക്റ്റ് ഡിമിനിഷൻ ആയതുകൊണ്ട് ഡ്രൈവർ നോക്കാൻ നേരത്ത് അവർക്ക് ഫീലിംഗ് ഉണ്ടാവും ഈ ഒബ്ജക്റ്റ് ബാക്കിലുള്ള ഒബ്ജക്റ്റ് ഒരുപാട് ദൂരെയാണെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാകും. പക്ഷേ ആക്ച്വലി ദൂരെയാണോ? അത് അടുത്ത് തന്നെയാണ്, പക്ഷേ ഡിമിനിഷ്ഡ് ആയിട്ട് കാണുന്നതുകൊണ്ട് നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവുകയാണ് അത് ദൂരെയാണെന്നുള്ളത്. അപ്പം ദൂരെയാണെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ആക്ച്വലി അത് അടുത്ത് തന്നെയാണ്, പക്ഷേ ദൂരെയാണെന്ന് തോന്നുന്നതുകൊണ്ട് നമുക്ക് അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ മിററിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് ഒബ്ജക്ട്സ് ഇൻ ദ മിറർ ആർ ക്ലോസർ ദാൻ ദേ അപ്പിയർ. അപ്പോൾ അതും ചോദിക്കാറുണ്ട്, why it is written on the rear view mirror that objects in the mirror are closer than they appear. The image formed by a convex mirror is always erect and diminished. Hence the driver who sees the image of vehicles on the mirror develops a feeling that the vehicle coming from behind are at a greater distance. This may turn out to be dangerous. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത മിറർ ഫോർമുല, ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ആൻഡ് മാഗ്നിഫിക്കേഷൻ, ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഉപയോഗിച്ചിട്ട് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഈ സൈൻസ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ റൂൾ അപ്ലൈ ചെയ്തിട്ട് പ്രോബ്ലംസ് ചെയ്യുക. ആ സൈനിന് അവിടെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും സൈൻ കൺവെൻഷൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.